ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു വൈകുന്നേരത്തെ ചായക്കും അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എടുത്ത് കുറിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ പേര് ചുക്കപ്പം എന്നാണ്. നമ്മൾ ഒരു 240 ml ഒരു ബൗളിൽ ആണ് ഈ പൊടി അളന്നെടുക്കുന്നത്. അരിപ്പൊടി കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയ അരിപ്പൊടി എടുക്കാം. ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ വറുത്ത അരിപ്പൊടി എടുക്കുന്ന പാത്രം ഏതാണോ ആ പാത്രത്തിന് തന്നെ കണക്കായിട്ട് ഒരു പാത്രം ഒരു അളവ് വെള്ളം ആണ് എടുക്കേണ്ടത്. 240 ml കപ്പിൽ പൊടിയെടുക്കുമ്പോൾ അതേ പാത്രത്തിൽ 240 ml വെള്ളവും എടുത്ത് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ ഈ പൊടി അതിലേക്ക് ഇട്ട് അല്പാൽപമായി ഇളക്കി കൊടുക്കാം. ഈ സമയം നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കട്ടകളില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് വെള്ളം അധികമായി പോയാൽ ഈ സാധനം പൊട്ടിപ്പോകും. നമ്മൾ ഉണ്ടാക്കിയ എണ്ണയിൽ വറുത്ത് കോരുമ്പോൾ ഇത് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുഴക്കുന്നതിന് മുന്നേ കുറച്ച് നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് അതിൻ്റെ ചൂട് ആ സമയത്ത് അതിൽ തന്നെ നിന്ന് ഇത് ഒന്നുകൂടി സോഫ്റ്റായി വരും. അതിന് ശേഷമാണ് കുഴക്കാൻ എടുക്കുന്നത്. ഞാനിത് വേറൊരു കുറച്ച് പരന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ചൂട് ഉള്ള സമയത്ത് കൈക്ക് ആവാതിരിക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ച് ആ വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയതിന് ശേഷം, ഇപ്പോൾ ഇത് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് പിന്നെ കുഴച്ചെടുത്ത് തുടങ്ങുകയാണ്. ഇതിൽ നിന്ന് ഇങ്ങനെ ആവി പോകുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇത് നന്നായി കുഴക്കണം. നമ്മളെ കുഴക്കുന്നതിലാണ് ഇതിൻ്റെ ഈ സോഫ്റ്റ്നെസ് വരുന്നത്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടിപ്പോകും. അപ്പോൾ നന്നായി കുഴച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കണം. അത് മൊത്തത്തിൽ വേണമെന്നില്ല, ഒരു 1/4 പോരെ. മുട്ടയുടെ ഏകദേശം അത്രയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായി കുഴച്ച് യോജിപ്പിച്ച് പിന്നെ നമുക്കിത് കുഴച്ചെടുത്ത് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം പിന്നീട് ഇത് പരത്തി എടുക്കാവുന്നതാണ്. ചെറിയ ഉരുളകളാക്കിയാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തേക്ക് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് കൈകൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെയാണ് കൈകൊണ്ട് ഇങ്ങനെയാണ് ആക്കേണ്ടത്. എന്നിട്ട് ഇത് ചെറിയ ഒരു സ്പൂണോ അങ്ങനെ ഒരു വേറെ മുറിക്കാൻ പറ്റുന്ന ഒരു സാധനം എടുത്ത് നമ്മൾ മുറിച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി കൈകൊണ്ട് ഉരുട്ടിയെടുക്കുക. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ അവരെ കൂടി വിളിച്ച് സഹായിക്കാൻ വേണമെങ്കിൽ വിളിക്കാം. ഞാനിവിടെ ഒറ്റക്കായതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയെടുക്കാം. ഇത് ചായക്കും അല്ലാതെ ഇരിക്കുന്ന സമയത്തൊക്കെ വെറുതെ എടുത്ത് കുറിക്കാനൊക്കെ നല്ല രസമുള്ള ഒരു സ്നാക്സാണ്. ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്ന വീഡിയോ, ഇതിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുള്ളവർ കമൻറ്റിൽ അഭിപ്രായങ്ങൾ പറയണം. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെയാണ് ആദ്യം ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷമാണ് ചെറുതായിട്ട് മുറിച്ച് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇത് മൊത്തത്തിൽ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിൽ ചെറുതായിട്ടൊരു കുഴി പോലെ, അതൊരു സ്റ്റൈലിന് വേണ്ടി അങ്ങനെ ആക്കുന്നതാണ്. അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
ഇത് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ആ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിന് ശേഷം ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത്. ഇത് ഉള്ളി വേവാൻ കുറച്ച് സമയം വേണം. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് എന്തായാലും ആവശ്യമാണ്. 15 മിനിറ്റ് കൊണ്ട് നന്നായി ആയി കിട്ടും. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നമ്മൾ സാധാരണ ഇട്ട ഉടനെ ഇത് ഇളക്കാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചും മറിച്ചും ഇടാം. നല്ല ബ്രൗൺ കളർ ആവണ്ട. അത് കുറച്ചൊരു ഇളം മഞ്ഞ നിറം ആവുന്ന ആ സമയത്ത് ഇത് കോരി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിങ്ങനെ നമ്മൾ കോരുന്ന ആ സമയത്ത് അതിന് നല്ല സൗണ്ട് ഉണ്ടാവും. ഇതിങ്ങനെ ആക്കുന്ന ഈ സമയത്ത് ഇതിൻ്റെ ഏകദേശം മൂപ്പ് ആയാൽ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്, കുറച്ച് എണ്ണ ഉള്ളത് പോകാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ അരിപ്പക്കയിൽ കൊണ്ട് കോരിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞാനിതുപോലെ കോരി മാറ്റുന്നുണ്ട്. ബാക്കി ഉള്ളതും കൂടി ഇതിൽ ചുട്ട് എടുക്കാം. കുറച്ചുകൂടി ഒരു 2-3 പ്രാവശ്യമായിട്ട്. ഞാനിത് ചെറിയ പാത്രത്തിൽ ചുടുന്നത് കൊണ്ടാണ്. കുറച്ച് വലുതാണെങ്കിൽ കുറച്ചധികം ഇട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം ആണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. Thank you for watching my video.